തൃശ്ശൂരിലെ അമല, ജൂബിലി എന്നീ ആശുപത്രികൾക്ക് മുന്നിൽ, ഇതെല്ലാം കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങളാണ്, മുന്നിൽ നേഴ്സുമാർ സമരം ആരംഭിച്ചിട്ട് 2-3 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവർ ശമ്പള വർധനമാണ് പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് കൊടുക്കില്ല, ഒരു വിധത്തിലും ഒരു കാരണവശാലും കൊടുക്കില്ല. സർക്കാർ തീരുമാനിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുള്ള പിടിവാശിയിലാണ് ഈ സഭ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. അപ്പം ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ വ്യാഴാഴ്ച ചിക്കാഗോയിൽ ആരംഭിക്കുന്ന സീറോ മലബാർ കൺവെൻഷന് വരുന്നുണ്ട്. അതുകൊണ്ട് പിതാവ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഒന്ന് തീർത്തിട്ട് ഒരു പരിഹാരം കണ്ടിട്ട് വേണം വരാനായിട്ട്. കാരണം അവിടെ ഈ മുന്നിൽ സത്യാഗ്രഹമല്ലേ, പിന്നെ ഈ കൊടി പിടിച്ചിരിക്കുന്നത് ആ സ്ത്രീകൾ, നമ്മുടെ സ്ത്രീകൾ തന്നെ, നമ്മുടെ സഭയിൽപ്പെട്ട ആളുകൾ തന്നെ, നമ്മുടെ പിള്ളേർ. അപ്പോൾ അത് നമുക്ക് ആർക്കും ഭൂഷണമുള്ള ഒരു കാര്യമല്ല, ഒരു കാരണവശാലും ഒരു അന്തസ്സുള്ള ഒരു കാര്യമല്ല നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ പിന്നെ കൊടി പിടിക്കാനും വഴിയിലിരുത്താനും വേണ്ടിയിട്ട് തള്ളിവിടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ സമരത്തെപ്പറ്റി രണ്ടഭിപ്രായങ്ങളുണ്ട്. ഈ മറുനാടൻ മലയാളിയൊക്കെ പറയുന്നത് ഇത് ഏറ്റവും പിന്നെ നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെ ഇവരൊക്കെ സമരം ചെയ്തുകൊണ്ടാണ് മറ്റാശുപത്രികളെല്ലാം ശമ്പളം കൂട്ടിക്കിട്ടിയത്. അല്ലെങ്കിൽ 10 പൈസ കൂട്ടിക്കിട്ടുകയില്ലായിരുന്നു. മറ്റാശുപത്രികളെല്ലാം കൊടുത്ത് ഇവിടെ മാത്രം കൊടുക്കുന്നില്ല. അത് പിടിവാശി, ഈ ആർച്ച് ബിഷപ്പിൻ്റെ പിടിവാശി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വിഭാഗം പറയുന്നത് ഇതിൻ്റെ ഈ UNA എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. അത് ജാസ്മിൻ ഷാ എന്നൊരു കക്ഷിയാണ് അത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം വളരെ മാടപ്രാവ് പോലെ പരിശുദ്ധനും യാതൊരുവിധ ദുരുദ്ദേശമില്ലാത്ത ആളുമാണെന്നാണ് മറുനാടൻ പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, ഇതൊക്കെ പറഞ്ഞാലും. പക്ഷേ വേറൊരു വിഭാഗം പറയുന്നത് ഇദ്ദേഹം ജിഹാദികളുടെ ഒരു കരുവായിട്ട് നിൽക്കുകയാണ്. ഈ ക്രൈസ്തവ ആശുപത്രികളെല്ലാം പോയി കുഴപ്പങ്ങളുണ്ടാക്കുക, ക്രൈസ്തവ ആശുപത്രികളെ തകർക്കാനുള്ള ഒരു പരിപാടിയാണെന്ന്. അത് ഞാനത്ര വിശ്വസിക്കുന്നില്ല. അതാണെങ്കിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ നേഴ്സുമാർക്ക് അർഹമായ ശമ്പളം കൊടുക്കുന്നുണ്ടോ, മാന്യമായ ശമ്പളം കൊടുക്കാൻ കഴിവുള്ളപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഇത്രയും വലിയ ആശുപത്രികൾ, ഇവർക്ക് ന്യായമായ ഒരു ശമ്പളം കൊടുക്കാൻ കഴിവില്ലേ? ഇപ്പം കഴിവില്ലാത്തവർ കൊടുക്കണമെന്ന് നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞാൽ, പിന്നെ ഈ ഏതെങ്കിലും ഗ്രാമങ്ങളിലുള്ള ഒരു ആശുപത്രി, അവിടുത്തെ നേഴ്സിന് 40,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഒരു മാസം അവിടെ 40,000 ആയിരിക്കും കിട്ടുന്നത്. ആ സ്ഥിതിയല്ല ഇതുള്ളത്. ഇത് കെൽപ്പുള്ള ആശുപത്രികളാണ്. അപ്പോൾ ആ കെൽപ്പിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാനുള്ള എല്ലാ ബാധ്യതയുമുണ്ട്. അത് ആശുപത്രി മാത്രമല്ല, ഏതൊരു സ്ഥാപനവും തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അവരെ നിയമിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ നേഴ്സുമാരുടെ കാര്യത്തിൽ പല ഇതുണ്ട്. ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ എന്ന് ചോദ്യം വരാറുണ്ട്. അതിപ്പം നമ്മളെല്ലാം ആശുപത്രിയിൽ പോകുന്ന ഡോക്ടർമാരെ കണ്ടിട്ടാണ്. നേഴ്സുമാരെ കണ്ടിട്ട് നമ്മളാരും ആശുപത്രി പോകാറില്ല. ഡോക്ടർ എത്ര മിടുക്കനാണ്, എത്ര പേരുള്ളവനാണ് എന്ന് കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ നേഴ്സുമാരും അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടീവ് സ്റ്റാഫും ഇല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് പ്രവർത്തിക്കാനാവുമോ? എത്ര മിടുക്കനായ ഡോക്ടർക്കും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാവില്ല. അപ്പോൾ അതൊരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നേഴ്സുമാർക്ക് മാത്രം ശമ്പള വർധന കൊടുത്താൽ മതിയോ? മറ്റ് സ്റ്റാഫില്ലേ? മറ്റ് അവിടെ അറ്റൻഡർ മുതലുള്ള സ്റ്റാഫുണ്ട്. ഇവരെല്ലാം പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വിഭാഗത്തെ മാത്രം കണക്കാക്കിയാൽ മതിയോ? അപ്പോൾ 4 വർഷം പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഡിഗ്രിയൊക്കെ പാസ്സായവരാണ്. അപ്പോൾ അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും ന്യായമായൊരു കാര്യം തന്നെയാണ് താനും. പിന്നെ നമുക്കറിയാം, ഈ നേഴ്സിങ്ങിന് വിലയില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് നേഴ്സുമാരുണ്ട് കേരളത്തിൽ. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് കുറവാണ്. പിന്നെ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നേഴ്സുമാരിൽ പലരും ഈ വിദേശത്ത് പോകാനായിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നവരാണ് നല്ലൊരു പങ്ക്. അവരെ 1 വർഷം, 6 മാസം, 1 വർഷം എന്തെങ്കിലും എക്സ്പീരിയൻസ് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടിക്ക്, അടുത്ത ഫ്ലൈറ്റിന് എങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകുന്നു. അതിനൊരു തെറ്റുമില്ല, അങ്ങനെ തന്നെ വേണം. രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. പക്ഷേ ഈ നാട്ടിൽ തന്നെ കഴിയാനും നാട്ടിൽ തന്നെ ജോലി ചെയ്യാനും താല്പര്യപ്പെടുന്നവർ 5, 10, 15 വർഷമായിട്ടൊക്കെ ആ സ്ഥാപനത്തിൽ തന്നെ തുടരുന്നവർ, അപ്പോൾ ആ സ്ഥാപനത്തോടും ആ ജോലിയോടും അവർക്ക് പ്രതിബദ്ധതയുണ്ടല്ലോ. അപ്പോൾ ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത്, അത് കൊടുക്കാതിരിക്കുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ്, വലിയൊരു ചാവുദോഷമാണ്. പിതാവെ അത് പറഞ്ഞു കുമ്പസാരിക്കണം. ന്യായമായ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് വലിയ ഒരു കുറ്റം തന്നെയാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് കൊടുക്കാൻ കെൽപ്പുണ്ടാവുകയും പിന്നെ കിട്ടേണ്ടവർക്ക് അതിന് അർഹത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളത് നിഷേധിക്കുന്നത് ഒട്ടും ശരിയല്ല. ഏതൊരു തത്വശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഒന്ന് തീർത്തിട്ട് വേണം വരാനായിട്ട്. കാരണം ഈ അമേരിക്കയിൽ ഇവിടെ ഇരിക്കുന്ന പമ്പന്മാർ പലരും ഇവിടെ
വലിയ ഗംഭീരം പള്ളികളും സംവിധാനങ്ങളും ഇതുപോലെ തന്നെ ഗംഭീരം കൺവെൻഷനൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതിൽ അതിൻ്റെ പിന്നിൽ ഈ നേഴ്സുമാരുടെ അധ്വാനവും അവരുടെ ത്യാഗങ്ങളും ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇവിടെ ഒരു സമൂഹം കെട്ടിപ്പടുത്തത്. അവരാദ്യം വന്നു, കഷ്ടപ്പെട്ട അവരിവിടെ വന്നു, പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ പിന്നെ സഹിച്ച് 2-3 ജോലി ചെയ്തു. ഒരേ സമയം ഓരോ ആഴ്ചയിലും 2-3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. പിന്നെ അവരുടെ പിന്നെ കുടുംബത്തെ കൊണ്ടുവന്നു, പിന്നെ അവരുടെ ബന്ധുക്കളെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ആ ചെയിൻ മൈഗ്രേഷനിലൂടെയാണ് ഇവിടെ ഒരു സമൂഹം കെട്ടിപ്പടുത്തത്. അപ്പോൾ അങ്ങനെ വലിയ കടപ്പാട് ഈ സമൂഹത്തിന് അവരോടുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഈ ആർച്ച് ബിഷപ്പ് വരുന്നത്. അത് മറക്കരുത്. അപ്പോൾ അവർ ഈ നേഴ്സിംഗ് സമൂഹത്തിൻ്റെ മെച്ചമെന്താണെന്ന് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നാട്ടിലുള്ളവരും ആ മാന്യത അർഹിക്കുന്നു. ഏതൊരു ജോലിക്കും മാന്യമായൊരു ജോലി, അതിന് മാന്യമായ ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത ഏതൊരു തൊഴിലുടമയ്ക്കും ഉണ്ട്. അത് അവരെ അങ്ങ് അവഗണിച്ച് കളയാമെന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല. പോരെങ്കിൽ ഇത് എല്ലാം നമ്മുടെ വനിതകൾ ആണ് ഈ കൊടി പിടിച്ച് പുറത്ത് ഈ വെയിലും കൊണ്ടിരിക്കേണ്ടി വരുന്നത്. അത് കാണുന്നത് അത്ര സുഖമുള്ളൊരു കാര്യവുമല്ല. അപ്പോൾ അതിനൊരു പരിഹാരം അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്.